ശരി, ശ്രീ എം എസ് വേണുഗോപാൽ, ഇത് പാളയത്തിൽ പട എന്ന രീതിയിലാണോ താങ്കൾ കാണുന്നത്? അതോ ഇതിൽ ശരി പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ ഉന്നയിക്കുന്നത് പോലെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തണമായിരുന്നു, പക്ഷേ ആ സമയത്ത് ഇ പിയും ശ്രീമതിയും അതുപോലെ ശൈലജയും ഒക്കെ രംഗത്തെത്തിയത് ശരിയായില്ല എന്നാണോ? താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? സഞ്ജുഷേ, പാളയത്തിൽ പട തുടങ്ങിയത് ഇപ്പോഴല്ല. നമ്മുടെ ഇലക്ഷൻ നടക്കുമ്പോഴേ പാളയത്തിൽ പട തുടങ്ങി. അതുകൊണ്ടാണ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ സഖാക്കളിൽ പലരും, സഖാവ് കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ ടി കെ ഗോവിന്ദനും അതുപോലെ ജി സുധാകരനും വേണ്ടി വോട്ട് ചെയ്തത്. പക്ഷേ രഹസ്യമായിട്ടായിരുന്നു. അത് രഹസ്യമായിട്ടായിരുന്നു. കാരണം ഇവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പോളിംഗ് ബൂത്തിൽ പോയി ഇവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്ത പ്രതിഭാസം അതിനകത്ത് നിലനിൽക്കുകയാണ്. അപ്പം തന്നെ അവിടെ രണ്ട് വഴിക്ക് രണ്ട് രീതിയിൽ പോകുന്ന സംവിധാനം തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അണികൾ നേതൃത്വത്തെ തിരുത്തണമെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതെങ്കിൽ, ഇപ്പം ഇടത്തരം നേതാക്കൾ നേതൃത്വത്തെ തിരുത്തുന്ന രീതിയിലേക്ക് പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് താങ്കൾ ഈ പറഞ്ഞ ഇ പി ജയരാജൻ അടക്കമുള്ളവരുടെ പ്രസ്താവനകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാനുള്ള കാരണമുണ്ട് എന്നുള്ളതാണ്. ഇത് വെറും ചക്രത്തിപ്പോര് പോലെയാണ്. കാരണം MSC പോലുള്ള ഒരു അന്തർദേശീയ ഷിപ്പിംഗ് കമ്പനി, ലോകത്തെ 20% ഷിപ്പിംഗ് വ്യാപാരം നടത്തുന്ന ഒരു കമ്പനി, ഒരു ദിവസം രാവിലെ ഒളിച്ചു വന്ന് അദാനി പോർട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്ന് ഇവിടുത്തെ അന്നത്തെ മുഖ്യമന്ത്രിക്കും ഇന്നത്തെ മുഖ്യമന്ത്രിക്കും തോന്നലുണ്ടാവാൻ വഴിയില്ല. അവർ വ്യക്തമായി ഒരു വർഷം എങ്കിലും, മിനിമം 6 മാസമെങ്കിലും വ്യക്തമായ സ്റ്റഡി നടത്തി അവിടെ വിഴിഞ്ഞത്ത് വന്ന് അതിൻ്റെ എൻവയോൺമെൻറ്റും കൂടെ ഒക്കെ നോക്കി അവരുടെ എക്സ്പേർട്ടുകൾ പലവിധ പഠനങ്ങൾ നടത്തിയതിന് ശേഷം എത്രത്തോളം അവിടുത്തെ പോർട്ടിൻ്റെ വികസനം ഉണ്ടാക്കാം എന്നൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ 13,200 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ദിവ്യ എസ് അയ്യർ എന്ന വിസലിൻ്റെ MD ഉൾപ്പെടെയുള്ളവർ ഇത് വളരെ മുമ്പേ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവരത് അന്നത്തെ മുഖ്യമന്ത്രിയോടും ഇന്നത്തെ മുഖ്യമന്ത്രിയോടും വ്യക്തമായി പറഞ്ഞിട്ടും ഉണ്ടാവണം. ഇനി ഇന്നത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടില്ലെങ്കിലും അദാനി അത് രഹസ്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇതിങ്ങനെ സൂത്രത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയല്ല. പിന്നെ ഔദ്യോഗികമായി സെക്രട്ടേറിയറ്റിനകത്ത് ഒരു കത്ത് കൊടുത്തോന്ന് ചോദിച്ചാൽ ആ കത്ത് കൊടുത്തത് ജൂലൈ 2-ാം തീയതി ആണെന്ന് മാത്രമേ ഉള്ളൂ. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞുറപ്പിച്ച ഒരു കരാർ ഇവിടെ ഭംഗിയായി MSCയുമായിട്ട് ഒപ്പിട്ടു. അത് സെബിയെ നേരത്തെ അറിയിക്കേണ്ടതുകൊണ്ട് അവരെ അറിയിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പത്രപ്രസ്താവനയും നടത്തി. അപ്പോൾ അദാനി പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറഞ്ഞ് മട്ടിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ ഗവൺമെൻറ് ആയാലും ഇവിടെ തോറ്റുപോയ LDFൻ്റെ ഗവൺമെൻറ് വന്നാലും എനിക്കൊരു കുഴപ്പവും വരില്ല എന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിരുന്നു. പിന്നെ ഔദ്യോഗിക കത്ത് എപ്പോഴാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ജൂലൈ മാസത്തിലേ കൊടുത്തിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമ്മൾ നേരത്തെ ചെവി പറഞ്ഞത് ഞാനിപ്പം രണ്ട് സർക്കാരുകളും അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഇത്. പിന്നെയുള്ളത് MDയെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ്. കെ രാഗേഷ് പറയുന്നത് ഇത് അദാനിക്ക് വേണ്ടിയായിരുന്നു, അല്ലേ, അദാനിക്ക് വേണ്ടി മാറ്റി എന്നുള്ളതാണ്. കാരണം അദാനിക്കെതിരെ നിലപാടെടുത്തു, അതുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ദിവ്യ എസ് അയ്യരെ മാറ്റി എന്നാണ്. പക്ഷേ ഇന്ന് KK ശൈലജയും PK ശ്രീമതിയും വളരെ ശക്തമായാണ് ദിവ്യ എസ് അയ്യർക്ക് അനുകൂലമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അല്ല അവർക്ക് ഈ മാറ്റം വേണമെങ്കിൽ ആകാവുന്നതാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത്. പുതിയ സർക്കാരുകൾ വരുമ്പോൾ മാറ്റം ആകുന്നതിന് കുഴപ്പമില്ല ഈ രണ്ട് നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം KK രാഗേഷ് പറഞ്ഞ വ്യത്യസ്തമായിരുന്നു. KK രാഗേഷിന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന വലിയ നേതാക്കൾക്കും ഒക്കെ വേറെ താല്പര്യം കാണും. ദിവ്യ എസ് ആണോ ദുനിയാവിലാണോ എന്നുള്ള കാര്യം ഇങ്ങനെ പറയരുത് എന്നാണ്, അല്ലേ? അങ്ങനെ ഒരു പ്രയോഗം പോലും PK ശ്രീമതി നടത്തുകയുണ്ടായി. കാരണം ദിവ്യ എസ് അയ്യർ അവിടെ നിൽക്കണമെന്ന് രാഗേഷിന് മാത്രമല്ല, രാഗേഷിൻ്റെ വലിയ നേതാവിനും ആഗ്രഹമുണ്ട്. അതിൽ വേറെ ചില കാര്യങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ദിവ്യ എസ് അയ്യരെ മാറ്റി ഇനി വേറെ ആര് വന്നാലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇവിടെ വിഴിഞ്ഞം പോർട്ടിൽ നമ്മൾ എന്തുകൊണ്ടാണ് 75 വർഷമായിട്ടും വിഴിഞ്ഞം പോർട്ട് വരാതിരുന്നത്? ഇപ്പോൾ വന്നതിന് ശേഷവും പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇത് മുടങ്ങിപ്പോവുകയും മുണ്ടിപ്പോവുകയും ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. സ്വാർത്ഥ താല്പര്യങ്ങൾ, സങ്കുചിത കക്ഷി താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണത്തോട് ചേർന്നതെന്നും ഭരണത്തിൽ നിന്ന് മാറി പ്രതിപക്ഷത്ത് വരുമ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനം നടത്തിക്കഴിഞ്ഞ് CPM-ന് ഒരു അവസരം കിട്ടിയതാണ് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാൻ. അത് ദേശാഭിമാനിയുടെ
ജൂൺ 5 വാർത്ത ഉയർത്തിക്കാട്ടി ദേശാഭിമാനിയിലാണ് ആദ്യമായിട്ട് ഈ ഓഹരി കൈമാറ്റത്തെക്കുറിച്ചുള്ള വാർത്ത വന്നത് എന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ അങ്ങനെയല്ല, എക്കണോമിക് ടൈംസിലാണ് ഇത് ആദ്യം വാർത്ത വന്നത് എന്ന് സ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നു. അതുമാത്രമല്ല, മാതൃഭൂമിയിൽ ജൂൺ 3 വന്ന വാർത്തയും ഉണ്ടായിരുന്നു. ഇത് രണ്ടും CPM കയ്യിൽ പിടിവള്ളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ CPM ജയിച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു, ശരി ദേശാഭിമാനി അറിഞ്ഞു, അന്നത്തെ സർക്കാർ അറിഞ്ഞു എന്നുള്ള കാര്യം ആയിക്കോട്ടെ, അതിൽ MP ഗോവിന്ദൻ ദേശാഭിമാനിയെ തള്ളിപ്പറയുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ സർക്കാർ അറിഞ്ഞില്ല എന്ന് വരുത്തുകയും ചെയ്തു. പക്ഷേ ഈ കിട്ടിയ അവസരം വിനിയോഗിക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതിന് കാരണം ഇപ്പോൾ ഈ പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുന്ന ഈ പടലപ്പിണക്കമാണല്ലോ. പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്ന ഈ ഒരു രംഗം. മനുഷ്യ ഞാൻ ഇതിനകത്ത് രണ്ട് രീതിയിൽ ഈ കാര്യങ്ങളെ കാണാം. ആദ്യത്തെ കേസ് ശ്രീ വേണുഗോപാൽ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ഈ ഡീലിനെ കുറിച്ച് ഒരു 2-3 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് CPM വിഷയത്തിലേക്ക് കിടക്കാം. അതായത് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നോർമലി MSC എന്ന് പറയുന്ന കമ്പനി ഇതിനകം തന്നെ 2 പോർട്ടുകളിൽ അദാനിയുടെ ഒരു അലയൻസ് പാർട്ണറാണ്. 2 പോർട്ടുകളിൽ അദാനിയായിട്ട് ഓൾറെഡി അവര് സൈൻ ചെയ്തിട്ടുണ്ട്, അവരതിന്റെ പാർട്ണറാണ്. ഇനി വിഴിഞ്ഞം പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഇത്തരം ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഫോർ എക്സാമ്പിൾ ഇതൊരു വാല്യൂ അറൈവ് ചെയ്യുക, 13,300 കോടി രൂപ, 49% ഓഹരിക്ക് വാല്യൂ ഉണ്ട് എന്ന് അറൈവ് ചെയ്യാൻ തന്നെ ഒരു വലിയ പ്രോസസ് ഉണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ഇത്തരം ഡ്യൂ ഡിലിജൻസ് പ്രോസസ്സുകൾക്ക് ഒരു 6 മുതൽ 9 മാസം വരെ സമയമെടുക്കും. അതായത് ഇപ്പൊ ഇന്ന് ഈ തീരുമാനത്തിലേക്ക്, അതായത് ഇങ്ങനെ ഒരു വാല്യുവേഷനിലേക്ക് അവരെത്തി ഇതേപോലെ കാര്യങ്ങൾ തീരുമാനിച്ച് അത് സെബിയെ അറിയിക്കണമെങ്കിൽ അതിനർത്ഥം അതൊരു 95% അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു ഡീൽ എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ പോയിന്റ്. ഇനി ഒരു 5% എന്ന് പറയുന്ന അപ്രൂവൽസ് മാത്രമാണ്. അതായത് സെബിയുടെ അപ്രൂവൽ വേണം, കേന്ദ്ര സർക്കാരിന്റെ അപ്രൂവൽ വേണം, അലയൻസ് പാർട്ണറുടെ അതായത് കേരള സർക്കാരിന്റെ അപ്രൂവലുകൾ വേണം. അങ്ങനെ അപ്രൂവലുകളുടെ സംഗതി മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പം 95% വർക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ, അതായത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ഈ ചർച്ച തുടങ്ങിയിട്ടുണ്ടാവും. ഉദ്ഘാടനം ചെയ്ത് ഒരു വർഷം കഴിയുമ്പോൾ മാത്രമേ ഈ ഓഹരി വിൽപ്പന സാധ്യമാകൂ എന്നുള്ളത് കൊണ്ട് അതുവരെ അവർ നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഓഹരി വിൽപ്പനയുടെ ഫുൾ സ്ട്രെങ്ത് ആയിട്ടുള്ള പരിപാടികൾ ആരംഭിച്ചു. ഇത് കംപ്ലീറ്റ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വളരെ കൃത്യമായിട്ട് ഈ പദ്ധതി, ഈ ഒരു ഡ്യൂ ഡിലിജൻസ് ഏർപ്പാട് നടന്നു വരികയും, കാരണം അവർക്ക് ഒരുപാട് രേഖകൾ, തേർഡ് പാർട്ടികൾ വരും, അവർക്ക് ഒരുപാട് രേഖകൾ പരിശോധിക്കണം. എന്നിട്ട് മാത്രമേ, അതിനുശേഷം മാത്രമാണ്, അതായത് ഇപ്പം KPMGയോ അല്ലെങ്കിൽ ഡെലോയിറ്റോ അല്ലെങ്കിൽ PwCയോ അല്ലെങ്കിൽ അതുപോലെ ഡോയ്ച്ച് ബാങ്കോ അല്ലെങ്കിൽ JP മോർഗനോ ഇതുപോലുള്ള ഏതെങ്കിലും കമ്പനികൾ വന്ന് കംപ്ലീറ്റ് ഡ്യൂ ഡിലിജൻസ് നടത്തും. അങ്ങനെ ഡ്യൂ ഡിലിജൻസ് നടത്തുന്ന ആ പ്രോസസ്സ് 6 മുതൽ 9 മാസം വരെ നീണ്ടു നിൽക്കും. അപ്പൊ അങ്ങനെ ഡ്യൂ ഡിലിജൻസ് നടത്തണമെങ്കിൽ അവർക്ക് എല്ലാ രേഖകളും പരിശോധിച്ച് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ദിവ്യ SIR അടക്കമുള്ള മുഴുവൻ ആൾക്കാരുടെ അറിവോട് കൂടി തന്നെ ഇത് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നു വരുമ്പോൾ അതിനെപ്പറ്റി വേണ്ടുന്ന എല്ലാവർക്കും അറിയാം. അത് വാക്കാൽ എല്ലാവരും അറിഞ്ഞിരിക്കും. മനസ്സിലായോ? അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നമ്മൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതൊരു കൺസേൺ ആണ്. അപ്പൊ ആ കൺസേൺ ആണ് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ അറിയാം, ശരിയാണ്, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അറിഞ്ഞു കാണത്തില്ല. കഴിഞ്ഞ തവണയും മുഖ്യമന്ത്രി എന്ന നിലയിൽ പക്ഷേ അത് കഴിഞ്ഞ് ആ ദിവസം തന്നെ അവർ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസിനെ അതൃപ്തി പ്രകടിപ്പിച്ച് അതേ ദിവസം തന്നെ അറിയിക്കുകയും ചെയ്തു. അതെ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമുക്കൊരു പ്രതിഷേധം ഉയർത്താമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വലിയ കാര്യമായ സംഗതികളൊന്നുമില്ല. കാരണം ഒരു വർഷം കഴിഞ്ഞാൽ ഇത് വിൽക്കാം, 49% വരെ വിൽക്കാം എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു 74% വരെ വിൽക്കാം എന്ന് പറയുന്ന ഒരു കരാർ ഈ രണ്ട് എന്താ പറയുന്നത് ഗവൺമെന്റിനും അദാനിക്കിടയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. സർക്കാരിനെ അറിയിച്ചാൽ മതി. വിൽക്കുന്നതിൽ യാതൊരു സർക്കാരിനെ അറിയിച്ചാൽ മതി. അപ്പൊ ആ ഒരു പ്രോസസ് അവരിപ്പോ അത് പൂർത്തിയാക്കി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.